ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഷോർട്സ് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റണയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കണം. പുട്ടിന് പയർ ഒലുത്താൻ വേണ്ടിയിട്ട് പയറും ഉമ്മാടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടിന് പൊടി വാട്ടുകയാണ്. അപ്പോൾ പുട്ടിൻ്റെ പൊടി വാട്ടി ആദ്യം തന്നെ അവിടെ മാറ്റി വെച്ചേക്കുകയെന്നുണ്ടെങ്കിൽ അത് ചൂടാറിയിട്ട് അവിടെ ഇരുന്നോളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അത് വാട്ടി അവിടെ മാറ്റി വെച്ചു. പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ ഇന്ന് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇരിക്കണ്ടായിരുന്നു കേട്ടോ. കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ചുള്ളൂ, അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു വിടാനുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി. കാര്യം ചിക്കന് ബീഫ് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. കുറച്ച് സെർലാസും പപ്പടമൊക്കെ പൊരിച്ച് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് രാവിലെ തന്നെ അലക്കിയിട്ടില്ലെങ്കിൽ, മെഷീനിൽ അലക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഒരു 9, 9:30, 10 മണിക്കും ഉള്ളിലായിട്ട് അവർ വെള്ളം നിർത്തും. അതിന് ശേഷം നമ്മൾ തുണി അലക്കാൻ വേണ്ടി നിന്നാൽ നമ്മുടെ ടാങ്കിലുള്ള വെള്ളം തീർന്നുകൊണ്ടിരിക്കും. പിന്നെ വേറെ വെള്ളം കയറാനില്ലല്ലോ. അപ്പോൾ അടിക്കണതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ അടിക്കണ ടൈമിൽ അത് ഓഫ് ചെയ്യണതിന് മുമ്പായിട്ട് അലക്കിയിടുവാണെങ്കിൽ പിന്നെ വെള്ളം കയറിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ അത് അലക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അങ്ങനെ പുട്ടിനൊക്കെ അവിടെ പൊടി വാട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് നെയ്ച്ചോറിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചോറിനും അതേപോലെ തന്നെ നമുക്ക് സർലാസും ഉണ്ടാക്കാനുള്ള സവാള അവിടെ അരിഞ്ഞു വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐശു ഉറക്കത്തിൽ നിന്ന് പയ്യെ എണിച്ച് തന്നെയാണ് ഈ കാണുന്നത്. ഇങ്ങനെ എണിച്ച് വന്നാലും പെട്ടെന്നൊന്നും ഓണാവുമൊന്നുമില്ല. കുറച്ച് നേരം ആ സെറ്റിയിലൊന്ന് പോയി കിടന്നതിന് ശേഷമാണ് ഒന്ന് ഓണായി ചാർജായി വരുള്ളൂ. മിക്ക പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും അമ്മ ഒരിക്കലും ഇല്ലാത്ത പോലെ അവൻ തന്നെ എണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിക്കാതെ എണിച്ച് വന്നിട്ടുണ്ട്. അല്ലെങ്കിലും ഐശുവിനെ സംബന്ധിച്ച് മമ്മൂനെ വിളിച്ചെണിപ്പിക്കാൻ അത്ര പാടൊന്നുമില്ല കേട്ടോ. ഐശുവിനെ വിളിച്ചെണിപ്പിക്കൽ ഭയങ്കര ഒരു ടാസ്ക്കുള്ള പരിപാടി കേട്ടോ. രാത്രി കിടക്കാനും ഭയങ്കര മടിയാണ്, അതേപോലെ തന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണിക്കാനും ഭയങ്കര മടിയാണ്. നേരത്തെ കിടന്നാലല്ലേ അതനുസരിച്ച് നേരത്തെ എണിക്കാൻ പറ്റുള്ളൂ. എന്നാലും മാക്സിമം നേരത്തെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. പിന്നെ കേക്കിൻ്റെ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് കിടക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിടത്താൻ ഒത്തിരി ലേറ്റ് ആകും. അപ്പോൾ പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്ത് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവരെ കിടത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ കേക്കിൻ്റെ പണിയായിട്ട് കൂടുതൽ നിൽക്കാറുള്ളൂ. അതല്ല അതിന് മുമ്പ് തീരണയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് ചെയ്യും, ഒരു കേക്കൊക്കെ ഉള്ളെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ എണിപ്പിച്ച് തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. എന്നിട്ട് എണ്ണ തേച്ച് കൊടുത്താലും പിന്നെയും ഭയങ്കര ഡിലേ ആണ് കുളിക്കാൻ വേണ്ടി കയറാൻ. നമ്മളിങ്ങനെ കുറേ തവണ പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ എണ്ണ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ എൻ്റെ പണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പയറൊലുത്താൻ വേണ്ടിയിട്ട് ഉള്ളിയും മുളകൊക്കെ റെഡിയാക്കി അത് ചതയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വലിയ ജാറിലിട്ടാണ് പുട്ടിന് അടിക്കണത്. അപ്പോൾ അതും ഒന്ന് പൊടിച്ച് അതൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണത് തലേന്നത്തെ കുറച്ച് പുട്ടിൻ്റെ പൊടി ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാത്രത്തിൽ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പൊടി വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. കാര്യം ഇപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള പുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാനേ ഉണ്ടാവുള്ളൂ, അടിച്ചു വെക്കാനും സുഖമാണ്. അപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിനകത്തിട്ട് മാറ്റിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ പാത്രത്തിലേക്ക് തന്നെ ആക്കി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി അതിനുള്ള വെള്ളം വെച്ചു. അപ്പോൾ അതിൽ തന്നെ തിളച്ച വെള്ളം ഉമ്മ ചിലപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും പിള്ളേർക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുണ്ടെങ്കിൽ പിന്നെ ആ സമയമാകുമ്പോൾ വെള്ളം വെച്ചാൽ മതി. ഇത് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങണതിലേക്ക് മുമ്പ് തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്കും വെള്ളം തിളച്ചോളൂല്ലോ. അങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പയറൊലുത്താൻ വേണ്ടി പോകട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് അത്യാവശ്യം കുറച്ച് പയറുണ്ടായിരുന്നു, കുറച്ചധികം പയറുണ്ടായിരുന്നു. സാധാരണ എപ്പോഴും ഉമ്മ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തേക്ക് രാവിലത്തേക്ക് ആവശ്യമുള്ള മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോൾ ഇച്ചിരി ബാക്കി വന്നു. പക്ഷേ ഇന്ന് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വലിയ ചീഞ്ചട്ടി എടുത്തത്. അപ്പോഴേക്കും നമ്മൾ ആദ്യത്തെ തവണ വെച്ച പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ പുട്ടുണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ ഒരു രണ്ട് പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് തന്നെ ചിലപ്പോൾ അധികമായിട്ടുണ്ടാവും. അങ്ങനെ പിള്ളേരൊക്കെ വളരെ കുറച്ചല്ലേ കഴിക്കുള്ളൂ. ചിരട്ടപ്പുട്ടുണ്ടാക്കുമ്പോൾ 3 ഉണ്ടാക്കും. ഉമ്മായി ഞാനൊന്നും ഒരെണ്ണം ഫുള്ളൊന്നും കഴിക്കുന്നില്ല. ചിലപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ ഒരെണ്ണം കഴിക്കും. നല്ല ബീഫൊക്കെ ഉണ്ടെങ്കിൽ, ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണത്തിൽ കൂടുതലൊക്കെ കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരെണ്ണം ദിവസമൊന്നും കഴിക്കുന്നില്ല പയറൊക്കെ ആണെങ്കിൽ. പിന്നെ പിള്ളേരുടെ കാര്യം പറയേ വേണ്ട. അപ്പോൾ അത്രയൊക്കെ മതി നമുക്കപ്പോൾ. ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ 2 തവണ ഉണ്ടാക്കും. പിന്നെ നമ്മൾ പയറൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ കുറേ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കണ്ടായിരുന്നു. അത് കുറച്ച് കഴുകിയെടുത്തു. കാരണം കുക്കർ നമുക്ക് വേണമായിരുന്നു. കാരണം പിള്ളേർക്ക് ചോറുണ്ടാക്കണമല്ലോ. നെയ്ച്ചോറ് ഞാൻ ഇങ്ങനെ ഇച്ചിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ വേഗം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അല്ലാതെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ അല്ലാത്ത പാത്രത്തിലായിട്ട് ഉണ്ടാക്കില്ലയോ.
പിന്നെ വളരെ കുറച്ച് അരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കണ മെഷറിംഗ് കപ്പിൻ്റെ നമ്മൾ 1 കപ്പ് മെഷർ ചെയ്യണ കപ്പുണ്ട്, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അരി. അപ്പോൾ പിന്നെ കുറച്ച് കൈ കിട്ടിയ കുറച്ച് സംഭവങ്ങളൊക്കെ പട്ടയും അതൊക്കെ കൈ കിട്ടിയത് കുറച്ച് ഇട്ടു, നെയ്ച്ചോറിൽ എന്തെങ്കിലും ഇടണമെന്ന് വിചാരിച്ച്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നെയ്ച്ചോറ് നെയ്യ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഡാൽഡ ഇരിക്കണ്ടായിരുന്നു. പക്ഷേ ഡാൽഡ ഫ്രിഡ്ജിലൊക്കെ ഇരുന്നുകൊണ്ട് എനിക്ക് അങ്ങനെ ഊറ്റി കൊടുക്കാൻ തോന്നിയില്ല. ഡാൽഡയൊക്കെ ഒരുപാട് ദിവസമായി കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ തോന്നില്ല കേട്ടോ. നെയ്യാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അപ്പോൾ നെയ്യ് ഉണ്ടായില്ല കേട്ടോ. പിന്നെ രാവിലെ മുന്തിരി ഒന്നും ഇല്ലയെന്ന് കണ്ടുകൊണ്ട് പിന്നെ പിള്ളേർക്ക് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പില്ലെങ്കിലും മുന്തിരിയെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് കടയിൽ പോയതാട്ടോ. അപ്പോൾ പിന്നെ നെയ്യ് വാങ്ങിക്കാൻ പിന്നെയും പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ചോറിന് ആവശ്യമുള്ള സവാളയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സവാള നമുക്ക് സാലഡ് ഉണ്ടാക്കണമായിരുന്നല്ലോ. അപ്പോൾ അതിന് ഇങ്ങനെ അരിഞ്ഞ സവാള പിന്നെയും അത് ചെറുതാക്കൽ കുറച്ച് ടാസ്ക്കാണ്. എന്നാൽ ഒട്ടും അരിയാത്തതാണെങ്കിൽ നമുക്ക് വേഗം ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇത് ഓൾറെഡി അരിഞ്ഞ് വെച്ചേക്കണതുകൊണ്ട് പിന്നെ ഭയങ്കര പാടായതുകൊണ്ട് തന്നെ ഞാൻ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ. കാരണം സാലഡ് ഉണ്ടാക്കുമ്പോൾ ചെറിയ പീസായിട്ടിരിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് ഇങ്ങനെ അരിഞ്ഞേക്കാളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അതൊന്ന് പീസാക്കി എടുത്തു. പിന്നെ തൈര് ഒഴിച്ച് നമ്മൾ കച്ചമ്പറ് പോലെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ട് ഇവിടെ. കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം മിക്കവാറും ഇവിടെ ആർക്കെങ്കിലും ചുമയെ നീർക്കെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് തൈര് ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൂടുതലും ഇങ്ങനെ തന്നെ വിനാഗിരി ഒഴിച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്യൽ. അപ്പോൾ ആ വിനാഗിരി ഒഴിച്ചുണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് തിരുമ്മി കളയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു പേരിന് ഒരു മുളകും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് അത് റെഡിയാക്കി. അപ്പോൾ കറിയായിട്ട് വേറെ ചിക്കനോ ബീഫോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതും പപ്പടം പൊരിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, കാരണം എന്തെങ്കിലും വേണമല്ലോ. ചിക്കനും ബീഫൊന്നും വാങ്ങിക്കാറേ ആയിട്ടില്ല. മമ്മൂൻ്റെ വയറുവേദന മാറിയിട്ട് 2 ആഴ്ചയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ കാണിക്കണം, എന്നിട്ട് വേണം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് 2-3 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഒട്ടും വെന്തിട്ടുണ്ടായില്ല കേട്ടോ. വളരെ കുറച്ച് അരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെയും കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ട് ഒന്ന് ഊറ്റി കൊടുത്ത് ഒരു 2-3 വിസിലും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. സാധാരണ നമ്മൾ കുക്കറിൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാകുമ്പോൾ 1 അല്ലെങ്കിൽ 2 വിസിൽ മതിയല്ലോ. പക്ഷേ ഇത് വളരെ കുറച്ച് അരി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ മൊത്തം 2 തവണയായിട്ട് 6 വിസിൽ അടുപ്പിച്ചപ്പോഴാണ് കേട്ടോ വെന്ത് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ട് വേണ്ടി പപ്പടം പൊരിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഞാൻ എൻ്റെ മിക്ക ഷോർട്സിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പപ്പടം പൊരിക്കണ ചീഞ്ചട്ടി കണ്ടിട്ട് ആരും ഒന്നും മോശം വിചാരിക്കരുത്, തേച്ച് എഴുതാറില്ല എന്നൊന്നും. കാരണം കൂടുതലും അത് പപ്പടം പൊരിക്കാൻ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും പൂരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും പൊരിക്കും, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കണത്. അപ്പോൾ പിന്നെ വേറെ ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ കറി വയ്ക്കാനൊന്നും എടുക്കളല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് അങ്ങനെ തേച്ച് കഴുകാൻ സമയം കൊടുത്ത് നിൽക്കാറില്ല കേട്ടോ, അതാണ്. അപ്പോൾ അതിൻ്റെ മിക്ക ഷോർട്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എടുക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമമാണ്, പിന്നെ അത് അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ പാക്ക് ചെയ്യാൻ നിന്നും. പിന്നെ ഈ ചോറിൻ്റെ കളറ് കണ്ടിട്ട് എന്താ സംഭവം എന്ന് ആരും വിചാരിക്കേണ്ട, ഇത് സവാള ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതല്ലാതെ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ കഫ്സ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കാലോ ഈ ഒരു കളർ വന്നത്. ഇത് മെയിനായിട്ട് എൻ്റെ സവാള കത്തി പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ വേറെ എന്തിനോ മാറിയപ്പോഴത്തേക്കും അത് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോറ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ചോറിന് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ അടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ചോറിൻ്റെ കളർ കണ്ടപ്പോൾ എന്തോ സംഭവമാണെന്ന് പിള്ളേരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, കഫ്സ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ നെയ്ച്ചോറാണെങ്കിൽ പോലും നെയ്യ് പോലും ഇല്ലാണ്ട് വെറുതെ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചുണ്ടാക്കിയത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറക്റ്റ് പിള്ളേർക്ക് കൊടുത്തിടാനായിട്ടുണ്ടായുള്ളൂ. പിന്നെ അതിനകത്ത് ഒരു സ്പൂൺ എന്തോ കിടക്കണ്ടായിരുന്നു, അത് വെറുതെ ഞാൻ തിന്നു. ഉമ്മാക്കൊന്നും നെയ്ച്ചോറിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട്. പിന്നെ നമ്മൾ പപ്പടവും സാലഡും ഒക്കെ പാക്ക് ചെയ്തിട്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചു. പിന്നെ അവനെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കണതാണ് കേട്ടോ. അവളിപ്പോൾ എല്ലാം തന്നെ ചെയ്യും, ഐശുവിന് ഇപ്പോൾ ഒന്നും ചെയ്ത് തുറക്കേണ്ട വരാറില്ല. ചിലപ്പോൾ എന്നെ കൊണ്ട് മുടി കെട്ടിക്കാനോ അതല്ലെങ്കിൽ ഐലൈനർ ചെയ്ത് കൊടുക്കാനൊക്കെ വരും കേട്ടോ. അതല്ലാതെ അവളുടെ ഒരു കാര്യം ഇപ്പം എനിക്ക് ചെയ്യേണ്ടി വരാറില്ല, അവൾ തന്നെ ചെയ്യും. 8-9 വയസ്സായല്ലോ. പിന്നെ ഇപ്പോൾ അവൻ്റെ മമ്മൂൻ്റെ കാര്യം മാത്രമാണ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇനി ഇൻഷാ അല്ലാ അടുത്ത വർഷം മുതൽ ഐറും കൂടെ സ്കൂളിൽ LKG പോയി തുടങ്ങും. അപ്പോൾ 2 പേരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ തന്നെ ചെയ്യാൻ ആവുകയാണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കും, അത്ര തന്നെ. ഇങ്ങനെ സ്കൂളിൽ പോണ രാവിലത്തെ ഇങ്ങനെ ഒരുക്കങ്ങളുടെ കാര്യത്തിലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. സ്കൂളിൽ നിന്നല്ല, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയാലും ഒരുക്കങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ കൂടുതൽ അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടി വരാറില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ റെഡി. അപ്പോൾ അവൾക്കാണെങ്കിൽ ഐശുവിനാണെങ്കിൽ സ്പ്രേ അടിക്കൽ ഭയങ്കര അലർജി കേട്ടോ, പെർഫ്യൂം ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ്. അവനക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവൻ അടിക്കാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ 2ാമത് വിളിച്ച് ഞാൻ സ്പ്രേ അടിച്ചു കൊടുത്തതാട്ടോ കണ്ടേ. അത് കഴിഞ്ഞ് അവരെ സ്കൂളിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ഇപ്പം ഞാൻ ഓട്ടോയിൽ വിടൽ നിർത്തി. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വണ്ടിയിൽ കൊണ്ടുവന്ന് വിടാതെ ഓട്ടോയിൽ തന്നെ വിട്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഈ വർഷം സ്കൂൾ പഠിക്കുന്നവർ അങ്ങനെ കൊണ്ടുവന്ന് വിടാം. പിന്നെ അടുത്ത വർഷവും സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും വണ്ടിയിൽ വിടേണ്ടി വരും, കാരണം 3 പേര് പോകണു. പിന്നെ മഴയൊക്കെ ആലോ, ജൂൺ എന്നൊക്കെ പറയുമ്പോൾ മഴയുടെ സമയമല്ലേ. അപ്പോൾ പിന്നെ വീണ്ടും ഓട്ടോയിൽ തന്നെ ആക്കണം. നമുക്ക് കൊണ്ടുപോയി വിടാൻ പറ്റുന്നിടത്തോളം സമയം കൊണ്ടുവന്ന് വിടാമല്ലോ, വെറുതെ ഫീസ് കൊടുക്കണ്ടല്ലോ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അയറും ഉറക്കത്തിന് അണിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് അവൾക്ക് പാലും കൊടുത്ത് അവളവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടാണ് പിന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നത്.
ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവർ തലേന്ന് രാത്രി ഞാൻ കിടന്ന് ഉറങ്ങിയതിനൊക്കെ ശേഷമാണ് മെസ്സേജ് ഇട്ടത്. അപ്പോൾ പിന്നെ രാവിലെ എണീച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ മാക്സിമം നേരത്തെ വയ്ക്കണം, പക്ഷേ നമുക്ക് പിള്ളേരെ വിടണേക്ക് മുമ്പൊന്നും അടുപ്പത്ത് വയ്ക്കാൻ ടൈം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വച്ചത്. അത് നമ്മൾ സിവിൽ സ്റ്റേഷനിലെ ട്രഷറിയിലേക്കുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും അടുപ്പത്ത് വച്ചതിന് ശേഷമാണ് പിന്നെ പാത്രം കഴുകാനൊക്കെ വേണ്ടി നിന്നത്. പിന്നെ ഐറൂനും ചായ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് പാനിൽ നിന്ന് മാറ്റിയിട്ട് വച്ചു. കാരണം ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. സാധാരണ അങ്ങനെ ചൂടാറാൻ വേണ്ടി കേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കൽ വളരെ കുറവാണ്, അവിടെ ഇരുന്നാറി ചെയ്യലുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കേണ്ടതായതുകൊണ്ട് അങ്ങനെ വച്ച് ചൂടാറ്റാതെ വേറെ ഓപ്ഷനില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോണതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വ്ളോഗിൽ അങ്ങനെ ഇപ്പോൾ കാണിച്ചിട്ടില്ല കേട്ടോ. മിക്ക വ്ളോഗിലും തന്നെ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അങ്ങനെ കേക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള 3 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 ലെയറിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് വിചാരിച്ചത്. 4 ലെയറായിട്ട് ഹൈറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ 2 പാനിൽ ചെയ്തെടുക്കുമല്ലോ തീം വർക്കൊക്കെ ചെയ്യുമ്പോൾ. ഇത് തീം വർക്കൊന്നുമില്ല, സിമ്പിളായിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് പേര് വഴി തന്നായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഹൈറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചോറിന് മീൻകറിയൊക്കെ വെക്കണമായിരുന്നു. മീൻകറി ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഉലുവയൊക്കെ പൊട്ടിച്ച് അതിനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് വഴറ്റാൻ വേണ്ടി അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മീൻ പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാക്സിമം നേരത്തെ റെഡിയാക്കി വെച്ചാലാണ് നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ നേരത്തെ ക്ലീൻ ആക്കിയിട്ട് പണി തീർക്കാൻ പറ്റുള്ളൂ. ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം വേറെ ഒന്നും അതിനകത്ത് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി മീനൊക്കെ നേരത്തെ തന്നെ പൊരിച്ച് വയ്ക്കും. മീനിന് അങ്ങനെ ചൂട് വേണമെന്നൊന്നും ആർക്കും നിർബന്ധമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വയ്ക്കും. അങ്ങനെ മീൻ പൊരിക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈകിട്ടത്തേക്ക് ഇപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഒന്നും തന്നെ വാങ്ങിക്കലില്ല കേട്ടോ. എല്ലാം വാങ്ങിക്കൽ നിർത്തി. കാരണം വയറുവേദന കൊച്ചിന് വന്നതോടെ മൊത്തത്തിൽ പാഠം പഠിച്ചു എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് പണിയാണ് കിട്ടിയത് ഈ പ്രാവശ്യം വയറുവേദന വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും ഇപ്പം പൊരിക്കണ കടികളാണെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണതും വീട്ടിൽ നിന്ന് വാങ്ങിക്കണതും നല്ല വ്യത്യാസമുണ്ടല്ലോ. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കണത് അവർ എണ്ണയൊക്കെ നമ്മളെപ്പോലെ എപ്പോഴും ഒന്നും എണ്ണ മാറ്റുമൊന്നുമില്ല. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ മൊത്തം ഒരെണ്ണ തന്നെ യൂസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പൊരിക്കണത് നല്ല മാറ്റമുണ്ടല്ലോ. കാരണം നമ്മൾ വീട്ടിൽ 1-2 അതിൽ കൂടുതലൊന്നും നമ്മൾ പൊരിക്കാൻ നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പരിപ്പോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഒരുപാട് നേരം ഒന്നും വെള്ളത്തിലിടണ്ട പരിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനൊരു ഉച്ചയ്ക്ക് ആവാറായ സമയത്താണ് ഇട്ടത്. ഇത്രയൊക്കെ ആയപ്പോൾ അത്ര സമയം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനും കൊട്ടയിലുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് സ്റ്റാൻഡിലേക്ക് വെച്ചു. ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്തു കേട്ടോ. തറയൊക്കെ കേക്കും കൂടെ ഉണ്ടാക്കിയതുകൊണ്ട് മൊത്തത്തിൽ അലമ്പായി കിടക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് സിങ്കിൻ്റെ ക്ലീനിങ് ഒക്കെ മിക്ക വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അത്ര സ്പീഡിൽ കാണിക്കണത്. അപ്പം നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യണതൊക്കെ നമ്മുടെ RCMയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫ്ലോർ ക്ലീനർ വെച്ചിട്ടാണ് കേട്ടോ. പെര തുടയ്ക്കണതും നമ്മുടെ കിച്ചൺ സ്ലാബും സിങ്ക് വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ തുടയ്ക്കണത് നമ്മുടെ RCMൻ്റെ ഫ്ലോർ ക്ലീനർ കൊണ്ട് തന്നെയാണ് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഒരു മാസം 4-5 വെച്ചൊക്കെ വാങ്ങിക്കേണ്ടി വരാറുണ്ട്. കാരണം അത്യാവശ്യം നല്ല സ്മെല്ലുമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും നമുക്ക് കഴുകാനായിട്ട് യൂസ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കണതുകൊണ്ട് നമുക്ക് കുറച്ച് എടുക്കേണ്ടി വരും. അതായത് ഒരടുപ്പൊക്കെ ചിലപ്പോൾ പോരാണ്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ നിന്നു. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ ഒന്ന് അടിച്ചുവാരി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഐറൂൻ്റെ ചായപൊടി അതും പുട്ടും കൂടെ ആയിരുന്നല്ലോ, പിന്നെ നോക്കണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും പൊടിയൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും ഞാൻ അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളി കഴിഞ്ഞ് നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. പിന്നെ നമ്മുടെ പരിപ്പുവടയ്ക്ക് വേണ്ടിയിട്ട് പരിപ്പൊക്കെ കുതിർന്ന് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വാരി വെള്ളം പോകാനായിട്ട് വെച്ചു കേട്ടോ. ഈ മുളകും ഇഞ്ചിയും ഒക്കെ നമ്മൾ പരിപ്പുവടയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ സവാള കുറച്ച് നമ്മൾ ആ നെയ്ച്ചോറിനും കച്ചമ്പറിനൊക്കെ എടുത്ത് സാലഡിനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ബാലൻസ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ എടുത്തു. അപ്പോൾ കഴുകി കുറച്ച് നേരം പരിപ്പിൻ്റെ വെള്ളം പോകാൻ വെച്ചില്ലെങ്കിൽ പിന്നെ പരിപ്പുവട നമുക്ക് ഉരുട്ടണ സമയത്തൊന്നും നന്നായിട്ട് ഷേപ്പിൽ എടുക്കാൻ പാടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം പോകാൻ വേണ്ടി വെച്ചത്. പിന്നെ പരിപ്പ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ കുറച്ച് പരിപ്പ് മുഴുവൻ പരിപ്പായിട്ട് മാറ്റി വെക്കണം. ഞാനങ്ങനെ വയ്ക്കലില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്കും അങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കള്ളാലോ. കാരണം ഇപ്പോൾ എന്തോരം പേസ്റ്റ് ആക്കിയാലും കുറച്ച് പരിപ്പുകൾ എന്തായാലും അത് ക്രഷ് ആവാതെ അതിനകത്ത് കിടക്കണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ പരിപ്പായിട്ട് മാറ്റി വയ്ക്കലില്ല കേട്ടോ. പിന്നെ സാധാരണ പരിപ്പുവടയിലായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പരിപ്പുവടയിൽ മുളകൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കണായിരിക്കും കാണൽ. പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യൂല കേട്ടോ. കാരണം പിള്ളേർക്ക് മുളകൊക്കെ ഒരു കടി കടിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല, പിന്നെ അത് അവിടെ വയ്ക്കും. പക്ഷേ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിടുവാണെങ്കിൽ നമ്മൾ പരിപ്പുവടയുടെ കൂട്ടത്തിൽ കഴിക്കണതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പൊക്കോളും. എരിവും അങ്ങനെ അറിയില്ല. ഇത് മുളകിലോ ഇഞ്ചിയിലൊക്കെ കടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടൂല. അങ്ങനെ അതൊക്കെ ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കായപ്പൊടി ഇല്ല. പരിപ്പുവടയിൽ കായപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിട്ട്. അത് വേണമെങ്കിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. കാരണം
നമ്മൾ കടകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതാണ് കൂടുതലും ഒരു ഇതായിട്ട് ചേർക്കണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കായപ്പൊടി തീർന്നേക്കായിരുന്നു. കാരണം എനിക്ക് അച്ചാറുകളൊക്കെ കുറച്ച് കൂടുതലല്ല, അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞേക്കായിരുന്നു. അപ്പോൾ പിന്നെ ഈ കേക്ക് നമുക്ക് സിവിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം. കൊടുത്തിട്ട് വരുമ്പോൾ കായപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരപ്പൊക്കെ ചേർത്തിട്ട് അതവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ കേക്കൊക്കെ പറഞ്ഞ രീതിക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ വാർക്കപ്പുറത്ത് രാവിലെ ഉമ്മ തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തോളാമെന്നും പറഞ്ഞ് ഞാൻ പോയതിൻ്റെ പുറകെ ആയിറും വന്നതാണ് കേട്ടോ കാണുന്നത്. അവൾക്ക് ഇങ്ങനെ തുണി ഇടാൻ പോകുമ്പോഴും തുണി വിരിക്കാനും അതുപോലെ വിരിച്ചത് എടുത്തു തരാനൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ ഐശൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ അതിനൊന്നും നിൽക്കാറില്ല. എന്തായാലും നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ കൊണ്ടുപോയി. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അതൊന്നും നോക്കിയില്ല, കൊണ്ടുപോയി. പിന്നെ അതുകൊണ്ട് നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സത്യം പറഞ്ഞാൽ ഈ ഒരു ബോക്സ് ഒന്നും എപ്പോഴും എടുക്കാറില്ല കേട്ടോ. വൈറ്റ് പ്ലെയിൻ ബോക്സ് തീർന്നതിന് ശേഷമാണ് ഈ ബോക്സ് എടുക്കാറുള്ളൂ. പിന്നെ വൈറ്റ് ബോക്സ് ഇരിക്കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു ബോക്സ്, എനിക്ക് എന്തോ ഈ ബോക്സ് എടുക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ എടുക്കണമല്ലോ എന്നുള്ള സത്യം എനിക്കറിയാം. എന്നാലും ഞാൻ ആദ്യം അത് എടുക്കാതെ ഇങ്ങനെ മാറ്റി വയ്ക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബോക്സ്. അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ കസ്റ്റമർ ആട്ടോ. എല്ലാം തന്നെ നമ്മുടെ സ്പെഷ്യലാണ്. പക്ഷെ നമുക്ക് മിക്കവാറും ഒരു വർഷത്തിൽ ഒരു 10-25 ഓർഡർ തരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്പെഷ്യൽ കസ്റ്റമർ തന്നെയല്ലോ. കാരണം വേറെ ഒന്നുമല്ല, അത് അവരും സിവിൽ സ്റ്റേഷനിൽ ട്രഷറിയിലേക്കുള്ള ഓർഡറാണ് കേട്ടോ. കാരണം അവിടുത്തെ എല്ലാ സ്റ്റാഫ്സിൻ്റെ ബർത്ത്ഡേക്കും നമ്മുടെ അടുത്ത് തന്നെയാണ് കേക്ക് വാങ്ങിക്കുന്നത്. അവരെല്ലാ സ്റ്റാഫിൻ്റെ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങിച്ച് കട്ടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമ്മളെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മിക്കവാറും, ഞാൻ പറഞ്ഞില്ല, ഞാൻ കിടന്നുറങ്ങിയതിന് ശേഷം മെസ്സേജ് അയക്കും. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. രാവിലെ ചെയ്ത് അന്ന് തന്നെ കൊടുക്കേണ്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം തലേന്ന് കേക്ക് സെറ്റ് ചെയ്ത് ഓവർനൈറ്റ് സെറ്റ് ആവുന്ന ടേസ്റ്റ് എന്തായാലും കിട്ടൂലല്ലോ. പക്ഷെ അവർക്കത് പ്രശ്നമല്ല, എനിക്കതൊരു വിഷമമാണ്. കാരണം അപ്പം ഞാൻ മറന്നു പോകാണ്ടിരിക്കുക, അല്ല ആ ചേച്ചി മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ചേച്ചി എനിക്ക് ഫുള്ള് ഇപ്പോൾ 2026 ഫുൾ ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം ഏതൊക്കെ ഡേറ്റിലാണ് ഓരോരുത്തരുടെ ബർത്ത്ഡേ വന്നെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനും അത് മറന്നുപോയി, ഓർത്തില്ല. അപ്പോൾ ആ ചേച്ചി മറന്നുപോയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കറക്റ്റ് ഓർത്ത് ചെയ്തോട്ടെന്ന് വിചാരിച്ചാണ് എനിക്ക് അയച്ചു തന്നത്. പക്ഷേ ഞാനും മറന്നുപോയി. ഇനിയെങ്കിലും നോക്കി വെക്കണമെന്നുണ്ട്, എനിക്ക് ഓൾറെഡി ലിസ്റ്റ് അയച്ചു തന്നേക്കണമുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ വെറുതെ ആ ഒരു ബോക്സ് എടുത്ത് കുറച്ച് ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ് കേട്ടോ. പക്ഷേ കേക്ക് അന്ന് ചെയ്ത് വെച്ചതിൻ്റെ യാതൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ആൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നെങ്കിൽ അത് തലേന്ന് ചെയ്ത് കൊടുത്ത് നല്ല സെറ്റായിട്ടുള്ള കേക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നത്. അങ്ങനെ അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കായപ്പൊടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതൊക്കെ അതിലിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ കായപ്പൊടി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ആക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്ന് പരത്തി ഇട്ട് കൊടുക്കണ്ട്. അപ്പോൾ പിള്ളേരുടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ, ഇത് വേവണേ നോക്കി. അപ്പോൾ നമുക്ക് 4 കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറ്റൂലായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഇച്ചിരി അടി കട്ടിയുള്ള വേറെ ചീഞ്ചട്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇടണമെങ്കിൽ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ടി വരും. ഒരുപാട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിങ്ങനെ ഒന്നുകൂടെ ഉപയോഗിച്ചിട്ടൊന്നും കളയാൻ തോന്നില്ല. ഒരുപാട് ഓയിൽ നമുക്ക് അങ്ങനെ കളയാൻ തോന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മാക്സിമം കുറച്ചാണ് ഒഴിക്കാറുള്ളൂ. കാരണം ഒരു തവണയും കൂടെ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് കളയാനുള്ളതാലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണല്ലോ കേട്ടോ. നമ്മൾ വെറുതെ കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പരിപ്പോടേനേക്കാളും എന്തുകൊണ്ടും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണേ ആകുമ്പോൾ പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. എണ്ണ എന്തോരം പഴകിയതാണെന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ മിക്കവാറും ഉണ്ടാക്കണവരായിരിക്കും. ഉണ്ടാക്കാത്തവരാണ്, മടിച്ച് നിൽക്കണവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. കാരണം അത്ര സിമ്പിളാണ് പരിപ്പോട ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാട്ടോ. പിന്നെ നമ്മൾ പരിപ്പോട അതേ നമ്മൾ നല്ല അടിപൊളി നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊരിക്കണതിൻ്റെ ഒപ്പം തന്നെ ഓരോന്ന് കഴിക്കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പൊരിച്ചത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. പിള്ളേർക്കും ഉമ്മക്ക് കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഇത്രയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ കൂട്ടി പരിപ്പോടെയൊക്കെ കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ പിള്ളേർക്ക് രാത്രി പഠിക്കലും അവർക്ക് ചോറ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും ഇനി കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പിറ്റേന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രാത്രി ഒന്ന് അരച്ച് അതൊന്ന് റെഡിയാക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.